അങ്ങനെ നമ്മുടെ റസ്മിൻ പുറത്തായി എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അതായത് നാളത്തെ 21-ാം തീയതിയിലെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോഴും പ്രത്യേകിച്ച് എവിക്ഷനൊന്നുമില്ല. 22-ാം തീയതി ആ ഒരു ദിവസം അന്നത്തെ ഈ വീക്ക് നടന്ന ടാസ്കിൻ്റെ ബേസിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ ദിവസമായിരിക്കും. അപ്പോൾ ആ ദിവസമാണ് നമ്മുടെ റസ്മിൻ പുറത്താകുന്നത്. അപ്പം ഈ 2 ഷൂട്ട് കഴിഞ്ഞു. ഇന്നായിരുന്നു ഷൂട്ട്. അപ്പോൾ 2 ഷൂട്ട് കഴിഞ്ഞു. അപ്പം നാളത്തെ ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഷൂട്ട് എന്ന് പറയുമ്പം അത് സാധാരണ കഴിഞ്ഞ വർഷവും അതിൻ്റെ അങ്ങേ വർഷമൊക്കെ നമ്മുടെ ആര്യ വിടായി ആയിരുന്നു ഹോസ്റ്റ് ചെയ്തപ്പം നമ്മുടെ ആര്യായിരുന്നു ആങ്കറായിട്ട് വന്നിരുന്നത്. അപ്പം ഈ പ്രാവശ്യം പക്ഷേ നമ്മുടെ രഞ്ജിനി ഹരിദാസാണ് കേട്ടോ വരുന്നത്. രഞ്ജിനി ഹരിദാസും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടൻ്റെ സ്പെഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട്, ബർത്ത്ഡേ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ വിജയ് യേശുദാസും കൂടെ വരുന്നുണ്ട്. ഒരു സോങ്ങിനങ്ങോട്ട് വരുന്നുണ്ട്. പിന്നെ എന്തൊക്കെ ചെറിയ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു വീടിനകത്തുള്ള എല്ലാവരും ചേർന്നുള്ള പ്രോഗ്രാംസും ഡാൻസും പാട്ടും ലാലേട്ടൻ്റെ സിനിമ വെച്ചിട്ടുള്ള പല കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ നാളെ മൊത്തം ആ ഒരു കാര്യമായിട്ട് പോകും. മറ്റന്നാൾ നമ്മുടെ റസ്മിൻ പുറത്താവുകയാണ്. ആ ഷൂട്ട് കഴിഞ്ഞു. റസ്മിൻ പുറത്തായി കഴിഞ്ഞു. റസ്മിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റസ്മിൻ ഒരു അടിപൊളി മത്സരാർത്ഥി ആയിരുന്നു. പക്ഷേ കഴിഞ്ഞ ഒരു മാസം വരെ നല്ലൊരു മത്സരാർത്ഥി ആയിരുന്നു. പക്ഷെ അതിനുശേഷം റസ്മിൻ്റെ ഗ്രാഫ് പെടക്കെന്ന് പറഞ്ഞ് താഴേക്ക് വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനെ കയറി പൊക്കൊണ്ടിരുന്ന ഗ്രാഫ് പെട്ടെന്ന് തറയ്ക്ക് വീഡിയോ ചെയ്യുന്നത്. അതേപോലെ ആയിരുന്നു റസ്മിൻ്റെ ഒരു ഗെയിം ഗ്രാഫ് പൊക്കൊണ്ടിരുന്നത്. പിന്നീട് അങ്ങോട്ട് അന്ന് തന്നെ എനിക്കൊന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് റസ്മിൻ ഔട്ടാവേണ്ടതായിരുന്നു. പക്ഷേ പവർ ടീമിൽ പോവുകയും ക്യാപ്റ്റൻ ആകുകയും അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സേഫായി പോയൊരു വ്യക്തി മാത്രമാണ് റസ്മിൻ. അതുകൊണ്ട് തന്നെ റസ്മിൻ്റെ ഈ ഒരു റസ്മിൻ പുറത്താകുന്നത് എനിക്ക് തോന്നുന്നു വീടിനകത്തും നമ്മുടെ പ്രേക്ഷകർക്കും വലിയൊരു ഞെട്ടലൊന്നും ഉണ്ടാക്കുന്ന കാര്യമല്ല. അതേസമയം ഡബിൾ എവിഷൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു റസ്മിൻ്റെ കൂടെ ഒന്നി നമ്മുടെ അപ്സര അല്ലെങ്കിൽ ഋഷി ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ഔട്ടായേനെ. കാര്യം അതുപോലെ ആയിരുന്നു അവരുടെ ഒരു ഗ്രാഫ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അടുത്തൊരു വീക്ക് കൂടെ ഒക്കെ ആകുമ്പോൾ അപ്സരയൊക്കെ ആയിരിക്കും പുറത്തു പോകാൻ പോകുന്നത്. അങ്ങനെ ഭയങ്കര ഞെട്ടലായിരിക്കും വീട്ടിനകത്തുള്ളവർക്ക്. പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് ഞെട്ടലൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ വീടിനകത്ത് ഭയങ്കര ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. എന്തായാലും ഈ ആഴ്ച റസ്മിൻ മാത്രമാണ് പുറത്തു പോയിരിക്കുന്നതാണ് കിട്ടിയിരിക്കുന്ന വിവരം. എന്തായാലും നോക്കാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.